നോൺ വെജ് ഐറ്റംസിൽ എത്രയൊക്കെ ട്രെൻഡുകൾ മാറി വന്നിട്ടുണ്ടെങ്കിലും ഒരു ഫാമിലി ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷപ്പെട്ട ദിവസമൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്ന ഒരു ഐറ്റം ആണല്ലേ ഇങ്ങനെ ഒരു തനി നാടൻ ബീഫ് കറി. അപ്പൊ നമുക്ക് ആ ഒരു നാടൻ പോത്തുകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് 2 കിലോ ബീഫ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മളിതൊരു 3 വട്ടം കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് കഴുകി. എന്നിട്ട് ഇപ്പൊ ഇത് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വാർന്നു പോയിട്ടുണ്ട്. ഇനി നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ബീഫ് ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതാ ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകണം. ഒരു 2 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 20ഓളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 3 മീഡിയം സൈസ്ഡ് സവോള, പിന്നെ 2 വലിയ കഷ്ണം ഇഞ്ചി. ഇത്രയും നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് ഈ ഒരു മിക്സ്. ഇത് നമുക്ക് ഈ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇതൊരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ പൊടി ഐറ്റംസ് എല്ലാം കൂടെ ചേർക്കാനായിട്ട് പോവാണ്. ഇത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ഇത്രയും ബീഫിന് ആവശ്യമാണ്. ഇനി നമ്മളിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിതൊരു പ്രഷർ കുക്കറിലേക്ക് മാറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രഷർ കുക്കറിലേക്ക് ഡയറക്റ്റ് ബീഫ് മാറ്റിയതിന് ശേഷം മസാല ഐറ്റംസും അതുപോലെ ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്താലും മതിയായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതൊരു ഉരുളിയിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ബീഫ് മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 6 വിസിൽ വരുന്നത് വരെ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ബീഫിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇത് വെന്ത് കിട്ടിക്കോളും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫ് അനുസരിച്ചും അതുപോലെ കുക്കറിന്റെ വലുപ്പം അനുസരിച്ചും ഒക്കെ ഈ ഒരു വിസിലിന്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഒരു 6 വിസിൽ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ പ്രഷർ കുക്കർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ ഇതിനൊരു 1/2 kg മാത്രം എടുത്താണ് കറി വെക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള മെഷർമെന്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ ഇനി പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വന്നപ്പോഴേക്കും ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇവിടെ ഇതിപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഒരു മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തതും 2 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോളയൊക്കെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വീണ്ടും കുറച്ച് മസാല ഐറ്റംസും കൂടി ചേർക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആ ചാറോട് കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫിന്റെ ഏകദേശം ഒരു 1/4 ഭാഗത്തോളം ഈ ഒരു മസാല മിക്സിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു തണ്ട് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എരിവും അതുപോലെ തന്നെ ഉപ്പും ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക.